15-ാം തീയതിയാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇവിടുത്തെ അവസാന സഭക്കാരനും ഇവിടെ വന്നിരിക്കുന്ന നിലയുണ്ടാവും. എത്ര പേരെ ഈ സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സമരപന്തൽ സർവകലാശാലയ്ക്കുള്ളിൽ വരുന്നത്. ആ സുരക്ഷാ വീഴ്ചയാണ് എന്ന് കാട്ടി ഇന്നലെയും രജിസ്ട്രാർ ഒരു കത്ത് നൽകിയിരുന്നു പോലീസിന്. അത്തരത്തിൽ സർവകലാശാലയ്ക്കുള്ളിൽ സമരം ചെയ്യുന്നതിൽ ശരികേടുണ്ടോ? ഞങ്ങൾ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. അതിൽ ശരികേടുണ്ടെന്ന് തോന്നുന്നില്ല. ക്രമസമാധാന പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സമാധാനപരമായിട്ടാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ ഈ രീതിയിൽ എതിർക്കുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല. എന്തുണ്ടായാലും ഈ സമരമായി മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സമാധാനമായ അന്തരീക്ഷത്തിലാണ് ഈ സമരം ചെയ്തത് എന്നതാണ് SFI പ്രവർത്തകർ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രവർത്തകർ സംഘടിച്ചെത്തി ഇപ്പോൾ ഈ പ്രധാന കെട്ടിടത്തിന്റെ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രവർത്തകരെയും അറസ്റ്റ് കൊണ്ടുപോകുമ്പോഴും പലയിടങ്ങളിലായി വീണ്ടും ചിന്നിച്ചിതറി പ്രവർത്തകർ കൂട്ടം കൂടി ഈ സർവകലാശാലയുടെ മുന്നിലേക്ക് എത്തുന്ന പോലീസിനെ വല്ലാണ്ട് വലയ്ക്കുന്നുണ്ട്. ഈ സമരം പൂർണ്ണമായി ഇവിടെ നിന്ന് അവസാനിപ്പിക്കാനോ ഒരു അറസ്റ്റ് നീക്കാനോ പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല. കഴിഞ്ഞ 2 തവണയായി ക്രമസമാധാന വീഴ്ച, സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് കാട്ടി ഗവർണർ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ജില്ലാ കളക്ടറോട് വിശദീകരണം നൽകാനും റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ അങ്ങൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് ഇരച്ചു കയറിയതടക്കം വലിയ തരത്തിലേക്കുള്ള പ്രശ്നം, സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു. അതിൽ ഗവർണർ അടക്കം ഇടപെട്ടു. ആ ഘട്ടത്തിലാണ് വീണ്ടും അടുത്ത ഘട്ടത്തിലേക്കുള്ള സമരവുമായി SFI കടന്നു പോകുന്നത്. ഇപ്പോൾ ഇന്ന് കേരള സർവകലാശാലയിൽ SFI സംഘർഷം. പോലീസുകാർ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിന്റെ തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കണ്ടത്. അടിച്ചമർത്താൻ നോക്കണ്ട, സമാധാനപരമായി ഞങ്ങൾ സമരം നടത്തുകയായിരുന്നു എന്നാണ് SFI പ്രവർത്തകർ പറയുന്നത്. VC-ക്കെതിരെ പ്രതിഷേധിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് മാറ്റുന്നു. പോലീസ് വാഹനത്തിന് മുന്നിൽ SFI പ്രവർത്തകർ കയറിയിരിക്കുന്നു തുടങ്ങിയ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.